ചേട്ടൻ ആ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് വെച്ചൂടെ? പോയിട്ട് ഒരു വിവരവുമില്ല. അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നീ ആ ഡ്രൈവറെ വിളിച്ച് സാധനങ്ങൾ എടുക്ക. ഞാൻ അങ്ങോട്ട് ഇറങ്ങുക, ഉടനെ എത്തും. എന്താ പോലീസുകാര്? അച്ഛൻ കേക്കണ്ട, ഇങ്ങോട്ട് വാ. നമ്മളോടുള്ള പഴയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി SP പുന്നക്കാടൻ മനഃപൂർവ്വം ഓരോന്ന് സൃഷ്ടിച്ചെടുക്കുക. അരുണിന്റെ പേരിൽ ഒരു പോലീസ് കേസ് അല്ലേ? അതെ. ഇതിലൽപ്പം കാര്യമില്ലാതില്ല. നീ വന്നേ. അരുണിനെ പറ്റി അറിഞ്ഞൊക്കെ ശരി തന്നെയാ. ഞങ്ങൾ ബാംഗ്ലൂർ പോയിരുന്നു. കർണാടക പോലീസ് അരുണെതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവൻ നിരപരാധിയാ, പക്ഷെ തെളിവുകളാണെതിരാ. ഈ കൊല്ലപ്പെട്ടവനും അരുണും തമ്മിൽ കുറച്ച് ദിവസം മുമ്പ് കോളേജിൽ വെച്ചെന്തോ കശപിശുണ്ടായി. അതിന്റെ പേരിലാ സംശയം. അവനിപ്പോ എവിടെയുണ്ട്? ഞങ്ങളോടൊപ്പം വന്നിരുന്നു. നമ്മുടെ കയർ ഫാക്ടറിയിൽ ഒളിപ്പിച്ചിരിക്കുക. സ്റ്റീഫൻ കാവലുണ്ട്. നന്നായിടാ. ഇനി മുൻകൂർ ജാമ്യം കിട്ടാതെ അവനെ പുറത്തിറക്കണ്ട. ആ SP പുന്നക്കാടനെ കേസ് അന്വേഷിക്കുന്നത്. അയാളുടെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയ പിന്നെ ബാക്കി ഉണ്ടാവില്ല. അതെ, ഈ കുടുംബത്തിന് നാശം കാണാൻ കാത്തിരിക്കുന്ന പരനാറിയാ പുന്നക്കാടൻ. തൽക്കാലം അച്ഛനും അമ്മയും ഇതറിയാം. എന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത കാര്യം? ഏയ് ഒന്നുമില്ല അച്ഛാ. ഞങ്ങള് പത്മിനി പറഞ്ഞു നിങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അരുൺ വന്നില്ലേ? അല്ല, അവന് ബാംഗ്ലൂരിൽ നിന്നിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് മുത്തച്ഛനെ ഒന്ന് കാണുന്നു പ്രത്യേകം പറയാൻ പറഞ്ഞു. നിങ്ങളെന്താ എല്ലാരും കൂടെ വല്ല മദ്യപാനത്തിന്റെ സെറ്റപ്പ് ആണോ? എന്തൊരു ചോദ്യമായത്? ഇങ്ങോട്ട് വാ. എന്താ ഇത്? ആ ചെറുക്കനെ അന്വേഷിച്ച് പോലീസുകാർ വീണ്ടും വീണ്ടും ഇവിടെ കയറി ഇറങ്ങിയാലേ അകത്താകുന്നത് നമ്മളായിരിക്കും. അതെ, എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് സ്ഥലം വിട്ടാലോ? പിന്നെ ഇവിടെ പലതും ഞാൻ നോക്കി വെച്ചിരിക്കുക. ഒന്നും എടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ പഠിത്തം, ഫ്ലാറ്റിന്റെ ലോണ്, അങ്ങനെ 100 പ്രശ്നങ്ങളാ എനിക്ക്. വെറും കൈയോടെ അങ്ങോട്ട് കയറി ചെന്നാലേ എന്റെ കെട്ടിയോ വെച്ചേക്കത്തില്ല. ഇവിടെ നിന്നാലേ വെറും കൈയോടെ അല്ല, വിലങ്ങിട്ട് കൈയോടെ എനിക്ക് പോണത്. എനിക്കൊരു കുജാഗ്ര ബുദ്ധി തോന്നുന്നു. എന്ത് കുജാഗ്രയല്ല, കുശാഗ്ര ബുദ്ധി. ശവത്തിന്റെ എന്ത് ശവമെങ്കിലാവട്ടെ, എനിക്കൊരു ബുദ്ധി വരുന്നു. നമുക്കറിയാവുന്ന രഹസ്യങ്ങൾ നമ്മൾ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ചെറുക്കനെ പിടികൂടുന്നു. പിന്നെ ഈ കുടുംബത്തിലെ എല്ലാവരും ആദ്യ പിടിച്ച് കോടതിയിൽ സ്റ്റേഷനുമായി കയറി ഇറങ്ങി നടക്കുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ നിലവറയിലെ ഇരുമ്പ് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന കൊച്ചമ്മയുടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അടിച്ചു മാറ്റി ഇവിടുന്ന് മുങ്ങുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. നമ്മൾ ഇത് അറിയിക്കാൻ ചെല്ലുമ്പോ നമ്മളെ പിടിച്ച പോലീസ് അകത്താക്കിയല്ല. മണ്ട, നമ്മളെപ്പോലുള്ള കള്ളപ്പാർക്ക് വിളിക്കാൻ വേണ്ടിയില്ല 100 പറഞ്ഞൊരു നമ്പർ ഉണ്ടാക്കി വെച്ചേക്കണത്. ഇവിടത്തെ ഫോണിൽ നിന്ന് നമ്മൾ പോലീസിനെ വിളിക്കുന്നു. പോലീസിന്റെ ഇങ്ങോട്ടുള്ള വരവ് അവസാനിപ്പിക്കുന്നു. ഒന്ന് ചെയ്യാലേ മറ്റൊന്നിന് പണമാകും അല്ലേ? ഇന്നലെ രാത്രി ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. എങ്കിൽ ഡയലടാ 100. ഓക്കെ. ഹലോ, SP ആന്റണി പുന്നക്കാടനാണോ? അല്ല. DIG കൃഷ്ണദാസ് ആണോ? അല്ലടോ. രണ്ടുപേരും അല്ല. ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാരെ ചോദിക്കും. ഞാൻ ചോദിക്കാം. ഇത്രയായിട്ടൊന്നും അറിയാൻ പാടില്ല. ഹലോ, DGP ഉണ്ടോ? നശിപ്പിച്ചു. ഹലോ, ഞാൻ CI ജയചന്ദ്രനാണ്. എന്തു വേണം? മോനെ ജയചന്ദ്ര, ചൂടാവല്ലേ. കർണാടക പോലീസും കേരള പോലീസും തലകുത്തി മറിഞ്ഞ് അന്വേഷിക്കുന്ന അരുൺകുമാർ എന്ന കില്ലർ അമ്പാടി കയർ ഫാക്ടറിയിൽ ഭജനയിരിപ്പുണ്ട്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? പറഞ്ഞാൽ അറിയില്ല, എന്നെ കണ്ടാൽ അറിയും. താൻ ആരാടോ? ഞാൻ ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റാ, ജോർജ് ബ്രഷ്. ജോർജ് ബുഷ് അല്ലേ? അത് ഇന്നലെ. ഇന്ന് രാവിലെ 6:55 അത് മാറി. സാറുമാരെന്താ ഇവിടെ? പോലീസ് അന്വേഷിക്കുന്ന അരുൺകുമാർ ഈ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇവിടെ ആരുമില്ല. സാറന്മാര് പോയാട്ടെ. ഹാരിഷ്, come on, search. ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. പുന്നക്കാട സാറിനെ വിളിക്കുന്നതാ ബുദ്ധി. പാന്റ് ഇട്ടിട്ടല്ലേ മോളെ പോലീസുകാർ തൊപ്പി വെക്കുക? ആലീസേ, കഴിഞ്ഞില്ലോടി? ഇപ്പൊ കൊണ്ടുവരാം. ടോമഞ്ചിറക്ക് സമയമായി. SP പുന്നക്കാടൻ ഹിയർ. സാറേ, നകുലനാ. അരുൺകുമാർ കയർ ഫാക്ടറിയിലുണ്ട്. മാറോ. അയ്യോ കർത്താവേ, പുന്നക്കാടൻ പാന്റ് ഇടാനാണല്ലോ പോയിരിക്കുന്നത്.
കേട്ടാ മണിക്കൂറുക്കുള്ളിൽ ഞാൻ പുറത്തിറങ്ങും. പിന്നെ തന്നെ തല തൊപ്പി കാണത്തില്ല. എന്റെ അച്ഛൻ തിരുവമ്പാടി മാധവമേനോനെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ചിരക്കിയായിരുന്നില്ല രാഷ്ട്രീയത്തിന്. എടാ നിന്റെ തന്ത ആരായാലും, നിന്റെ തന്തയുടെ തന്ത ഏത് കൊമ്പനായാലും പുന്നക്കാടന് പുല്ലടാ. 30 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന നിന്റെ തന്ത എന്നെ മൂക്കി വലിച്ചു കയറ്റുന്നത് എനിക്ക് കാണണോടാ. എടുത്തിടോ ഈ ചെറ്റ ജീപ്പില്. സാർ തൊപ്പി. താങ്ക് യു. യെസ് സാർ. മാധവ, എന്താടാ ഇത്? ഈ തറവാടിന്റെ അന്തസ് പോയില്ലേ? അച്ഛാ, അവൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാ. അച്ഛനറിയോ, മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ട് പോലും ആന്റണി പുന്നക്കാടൻ അവന് ജാമ്യം അനുവദിച്ചിട്ടില്ല. മനഃപൂർവ്വ അച്ഛന്റെ മടങ്ങി വരവിന് കാത്തിരുന്നത് പോലെ. ഗണേശനും മഹേന്ദ്രനും സ്റ്റേഷനിൽ തന്നെ നിൽക്കുക. അവന്റെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കില്ല. സെല്ലടച്ചോ? എന്താടോ തന്റെ പോലീസിന്റെ കുട്ടിയെ ചോദ്യം ചെയ്തു തുടങ്ങിയോ? ഇരിക്കെ. ദേഹോപദ്രവം പാടില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സർ. ഈ അറസ്റ്റിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് SP ആന്റണിയെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. വരില്ല സാറേ, വരില്ല. ആന്റണി പുന്നക്കാടൻ ഈ തറവാട്ട് വരില്ല. അതെന്താ? അതൊരു പഴയ ചരിത്രം സാറേ. ഒരു 10-18 കൊല്ലം പഴക്കമുള്ള ചരിത്രം. സാറിന് അറിയില്ല. ഈ ആന്റണി പുന്നക്കാടന്റെ അപ്പൻ ഒരു തഹസിൽദാരായിരുന്നു, ദേവസിക്കുട്ടി. ഒരിക്കൽ ഒരു കൈക്കൂലി കേസിൽ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു. തുടർന്നുള്ള അന്വേഷണത്തിൽ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിപ്പും മറ്റു 100 നൂലാമാലകളും പിന്നാലെ. കേസ് അച്ഛന്റെ കോടതിയിലാണ് വന്നത്. അപ്പം നിരപരാധിയാണെന്നും ഏതോ ഭൂമിയുടെ പാട് കേസിൽ ഈ മാധവൻ അയാളെ ചതിച്ചാണെന്ന് പറഞ്ഞ ആന്റണി പലവട്ടം വീട്ടുമുറ്റത്ത് വന്നു. അച്ഛന്റെ കാല് പിടിച്ചു അവന്റെ അപ്പനെ രക്ഷിക്കാൻ. തെളിവുകളെല്ലാം ദേവസിക്കുട്ടിക്ക് എതിരായിരുന്നു. 7 വർഷമായിരുന്നു ശിക്ഷ. ജയിലിൽ കിടന്ന് നരയിച്ച ആന്റണിയുടെ അപ്പം മരിച്ചെന്ന് പിന്നീട് അറിഞ്ഞു. അപ്പൊ പിന്നെ പക കാണാതിരിക്കുമോ ഞങ്ങളുടെ കുടുംബത്തോട്? അതൊന്നും എനിക്കറിയില്ല. ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റണി സത്യസന്ധനും സ്ട്രേറ്റ് ഫോർവേഡും. ഓ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് പുന്നക്കാടൻ വലിയ ഹരിചന്ദ്രനായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ക്രിമിനലാ, കാക്കിയിട്ട ക്രിമിനൽ. കുട്ടീഷ, DI സാർ വന്നിട്ടുണ്ട്. താൻ പോയി സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. വിസ്കിയോ ബ്രാൻഡിയോ? നിങ്ങൾ സാധാരണ പോലീസുകാർക്ക് ഇതന്നെയല്ലേ കൊടുക്കാറുള്ളത്? ഞാൻ ചോദിച്ചിട്ട് എന്താ വേണ്ടത്? ഇവര് വന്നിട്ടുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കണല്ലോ. സാറേ, സാറന്മാർക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. എനിക്കറിയാം സാറന്മാർക്ക് എന്നോട് ദേഷ്യമാണെന്ന്. അത്രയ്ക്ക് മോശമായിട്ടാണ് ഞാൻ അന്ന് പെരുമാറിയത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, എനിക്ക് ഇത്തിരി ഗുളിക കഴിക്കാഞ്ഞിട്ടാ ചിലപ്പം മറക്കും. ഞാൻ ഈ കാല് പിടിച്ച് മാപ്പ് പറയട്ടെ. അതൊന്നും വേണ്ട. എന്നാ പിന്നെ ഒരു ചായ ആവാല്ലേ? ആയിക്കോട്ടെ. പാവം. എന്താടാ, നിനക്ക് കാപ്പി കുടിച്ചിറങ്ങില്ലേ? ചിന്നസ്വാമി, പെരിയസ്വാമി, സ്വർണമേ. മുറ്റത്ത് പോലീസുകാർ വരുമ്പോ ഒരൊറ്റ ബാല്യക്കാരൻ മഷിട്ട് നോക്കിയാ കിട്ടില്ലേ? ഇവരെന്താ കള്ളന്മാരാ? ഏയ്, കള്ളന്മാരാണ് ഈ പോലീസുകാരായിട്ട് നല്ല ബന്ധം ഉണ്ടാവില്ല. ഈ പോലീസുകാരെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് സംശയം ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടാകാനായിട്ട്? നമ്മൾ ഓടി കിടന്ന് പണിയെടുക്കണമെന്ന് വീട്ടിലുള്ളവർ കരുതിക്കോളൂ. അപ്പൊ നീ അല്ലടാ പൂട്ടെ പറഞ്ഞ ചെറുക്കൻ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ മുഴുവൻ ആ കേസിന്റെ പുറകെ പോകുന്നു. എന്റെ കർത്താവേ, ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി. ആദ്യമൊക്കെ സാധാരണ പോലീസുകാരായിരുന്നു, ഇപ്പൊ തലപ്പത്തുള്ളത് മൊത്തം ഇളകി വന്നോണ്ടിരിക്കുക. ആ കുട്ടികൃഷ്ണൻ മരം വണ്ടരും പോകാനായത് നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ പിടിക്കപ്പെട്ടനെ. അതെ, 3-4 ദിവസം കൂടി പിടിച്ചു നിന്നേ പറ്റൂ. ആക്രിക്കാരൻ ഉപ്പായി രാത്രി വണ്ടിയുമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ഓട്ടുപാത്രങ്ങൾ മുഴുക്കെ നമുക്ക് തൂത്തു വാരണം. നാളെ രാത്രി നിലവറ നിലവറ പൊളിഞ്ഞു. കേസ് കൊടുക്കും. കണ്ടില്ലേ സാറേ, പാവം പണിക്കാരായിട്ട് ഉപദ്രവിക്കുക. ഇന്ന് ഇളക്കം ഒത്തിരി കൂടിയിട്ടുണ്ടെന്നാ തോന്നണേ. ഞാൻ ചെന്ന് 2 പൊട്ടിക്കട്ടോ സാറേ. എനിക്ക് വേറെ ജോലിയില്ലേ? നീ വേണോ? ഒന്ന് മാറി നിന്ന്. ഇവിടെ മൊത്തം കള്ളന്മാരാ സാറേ. എനിക്കൊരു കാര്യം പറയാണ്ട്. ഇവിടെ അടുക്കളയില് കുട്ടി കൃഷ്ണ അകത്ത് പോവാതിരിക്കാനാണ് ഞാൻ പറയാന്ന് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഒന്ന് മാത്രല്ല എല്ലാം. എനിക്ക് ഈ ജഡ്ജി അദ്ദേഹത്തിനോട് സത്യം പറയണം.
എപ്പോഴായിരുന്നു? രാത്രി 12 മണിക്കാണ് സംഭവം നടന്നത്. തക്ക സമയത്ത് അവിടെ എത്തിയ SP പുന്നക്കാടൻ സാറ് പ്രതിയെ കൈയോടെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. പ്രതിയെ പുന്നക്കാടൻ സാറ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും അയാൾ തുറന്നു പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ പ്രതിയെ മജിസ്ട്രേറ്റ് മുമ്പേ ഹാജരാക്കും. അവനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞില്ല. അങ്ങോട്ട് തുറ. ഒരു ഓട്ടോക്കാരൻ 4-5 തവണ രമേശേട്ടനെ അന്വേഷിച്ചു വന്നിരുന്നു. എന്താ കാര്യം? നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമാണെന്നാ പറഞ്ഞേ. ഒരു സ്ത്രീയും മോളും ഉണ്ടായിരുന്നു ഓട്ടോയില്. കഴിക്കുന്നില്ലേ? വേണ്ട. നാണിയമ്മേ, എല്ലാം എടുത്ത് വെച്ചോളൂ. നിനക്കേ കാണിച്ചു തരാടാ വൃത്തികെട്ടവൻ. ഞാൻ ഒരു ഉണ്ണിയപ്പം എടുത്തോളൂ. നിങ്ങൾക്ക് എന്തിന്റെ അത് കിടന്നേ? ആ ഗേറ്റിന്റെ വിടവിലൂടെ ഒരുത്തൻ എന്നെ ലൈൻ അടിക്കണു. തള്ളേ നിങ്ങളെ. ഞാൻ മുറ്റടിക്കും അവൻ ലൈൻ അടിക്കും, ഞാൻ മുറ്റടിക്കും അവൻ ലൈൻ അടിക്കും. നീ ഒന്ന് പോയി നോക്കിയേ ആ ചെറ്റ ആരാണെന്ന്. ആരടാ കൂതറ? ഇപ്പൊ കാണിച്ചു തരാം. കുഴിയിലോട്ട് കാലം നീട്ടി ചാക്കാലുകളും മറ്റു സ്വപ്നം കണ്ടോണ്ടിരിക്കണ ആ കേട്ട് കളവിയ ആരടാ അപ്പുറത്തുനിന്ന് ലൈനുകൾ മറ്റു അടിക്കണത്? തള്ളേ, നീ ഇന്നലെ വന്ന തിരുവനന്തപുരത്താറ് ഓട്ടോക്കാരനാടേ. ഓ തന്നടേ, ഞാൻ ഇന്ന് വക്കീലിനെ കണ്ടിട്ടേ പോവും. നീ പോവും, പക്ഷെ ഇന്ന് നീ വക്കീലിനെ കാണൂല. ഞാൻ കണ്ടേ പോവും. എന്നാ നീ കൊണ്ടേ പോവും. മെലപ്പാല് കുടിച്ചവരാണ് കേട്ടോറന്നില്ലെങ്കിൽ നീ എന്തിനോടെ പട്ടി പട്ടീന്റെ കുഞ്ഞമ്മേരെ മാപ്പിള തന്നെ. എന്താണ് അവിടെ ഒരു ബഹളം? ഇന്നലെ സാറിനെ കാണാൻ വേണ്ടി കൂടെ കയറി ഇറങ്ങിയ ഓട്ടോക്കാരൻ പൈലല്ലേ ഇന്ന് സാറിനെ കണ്ടിട്ടാ പോളെന്ന് പറഞ്ഞിട്ട് കൂടെ കിടന്ന് തൊള്ളാറക്കണേ. നീ ഗേറ്റ് തുറക്ക്. സമ്മതിക്കില്ല, ഞാൻ വരട്ടി വിട്ടന. പൊളന്നോണ്ട് കയറി വരി. പൊളന്നോണ്ട് കയറി പോണ്. നമസ്കാരം സാർ. താനാരാ? എന്താ വേണ്ടേ? എന്റെ പൊന്ന് സാറേ, ഇന്നലെ ഉച്ച മുതലേ ഞാൻ സാറിനെ തപ്പി നടക്കുക. എന്തിന്? എന്റെ കഷ്ടകാലത്തിന് ഇന്നലെ രാവിലെ ഒരു അമ്മയും മോളും എന്റെ ആട്ടോയിൽ കയറിയതാ. പിന്നെ ഇറങ്ങിയിട്ടേ ഇല്ല, ഇറക്കി വിടാനും പറ്റിയിട്ടില്ല. സാറിന്റെ വീടും പോലീസ് സ്റ്റേഷനുമായിട്ട് മാറി മാറി കയറി ഇറങ്ങി നടക്കുക. സാറിനെ കാണാണ്ട് അവര് പോവില്ലാന്ന്. അവരെ എന്റെ ആട്ടോയിൽ നിന്ന് കുടി ഒഴിപ്പിച്ചു തരണം. ഞാൻ അവരെ വിളിച്ചോട്ടെ സാർ? ഓ ദൈവം രക്ഷിച്ച്. അമ്മച്ചി പെങ്ങളെ ഇറങ്ങ്, വക്കീലിനെ തപ്പിയെടുത്ത്. ഇനി സാറിന് വല്ല കയ്യബദ്ധവും സത്യമായിട്ടും ആയിരിക്കില്ല. അതാ വക്കീൽ അദ്ദേഹം പറഞ്ഞോളൂ. സാറ് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾ ആരാ? എന്താ പ്രശ്നം? മംഗലാപുരത്താ ഞങ്ങളുടെ താമസം. എന്റെ ഏട്ടൻ ചെറിയൊരു കച്ചവടക്കാരനാ. 2 ദിവസം മുൻപ് മലഞ്ചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കൊച്ചിയിൽ വന്ന ഏട്ടൻ പിന്നെ തിരിച്ചു വന്നില്ല. അന്വേഷിച്ചപ്പോ ഏതോ ജഡ്ജിയുടെ പേരക്കുട്ടിയെ കൊന്ന കേസില് ഏട്ടനെ പോലീസ് പിടിച്ചോന്ന് കേട്ടു. സാർ, എന്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്തവനാ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ CI ജയചന്ദ്ര സാറാ പറഞ്ഞ് സാറിനെ കണ്ട എന്റെ ഏട്ടനെ പുറത്തിറക്കാൻ കഴിയുന്നു. ഞങ്ങള് പാവങ്ങളാ സാറേ, ആരും ഇല്ലാത്തവരാ, സഹായിക്കണം. സഹായിക്കാനൊന്നും എനിക്ക് പറ്റില്ല. കൊല്ലപ്പെട്ട പയ്യനും കുടുംബവും എനിക്ക് വേണ്ടപ്പെട്ടവരാ. നിങ്ങൾ പോ. എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങള്. എന്റെ മോൻ ഒരു പാവമാണ് സാറേ. പാവമാണെ നിങ്ങളുടെ മോനെ കോടതി വെറുതെ വിട്ടോളൂ. സാറും ഇവരെ കൈയൊഴിഞ്ഞാൽ നാളെ 2 ശവങ്ങൾ റെയിൽവേ ട്രാക്കിലോ കുളത്തിലോ കാണും. അങ്ങനെ ഒരു അവസ്ഥയല്ലേ സാർ ഇവര്? എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. ഈ അമ്മയും മോളെയും വഴിയാതാരാക്കരുത്. സാറിന്റെ സ്വന്തം അമ്മയെ പോലെ കരുതി സഹായിക്കണം. ഒന്നിങ്ങി വന്നേ. എന്താ ചെയ്യാ? വർഷങ്ങൾക്ക് മുൻപ് ജഡ്ജി വിശ്വനാഥൻ സാറിന്റെ വീടിന് മുന്നിൽ സഹായം അഭ്യർത്ഥിച്ച് തൊഴുകയോടെ നിന്ന് രമേശേട്ടന്റെ അമ്മയെ പറ്റി എപ്പോഴും പറയാറില്ലേ? അമ്മയുടെ ആ മുഖം ഇവരെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും ഞാൻ ആ CI ജയചന്ദ്രൻ ഒന്ന് കാണട്ടെ. താൻ ഇവരെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വാ. ഓ. ഞാൻ പറഞ്ഞിട്ടാ ഭവാനിയമ്മ മോളും മിസ്റ്റർ രമേശിനെ കാണാൻ വന്നത്. SP പുന്നക്കാടൻ കൊലയാളി എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത ദേവനെ എനിക്കറിയാം. ഒരു പഞ്ചപാവമാണ്.
അയാൾക്കൊരിക്കലും ഇങ്ങനെ ഒരു മേഡർ നടത്താനാവില്ല, എനിക്ക് ഉറപ്പാ. ഒന്നാമത് പാമ്പിന്റെ പകയാണ് പുന്നക്കാടൻ. അരുൺകുമാർ കൊല്ലപ്പെടുന്ന അർദ്ധരാത്രി സമയത്ത് യാദർച്ഛികമായി SP പുന്നക്കാടൻ അവിടെ വരിക, കൊലപാതകം നേരിട്ട് കാണുക, പ്രതിയെ കൈയോടെ കസ്റ്റഡിയിലെടുക്കുക. എനിക്കെന്തോ സംശയം തോന്നുന്നു. എന്ത് സംശയം? അതൊരു പക്ഷേ എന്റെ മാത്രം സംശയമാകാം. ഇവിടുത്തെ ക്രിമിനൽസുമായി അടുത്ത ബന്ധമുള്ളയാളാ ഈ പുന്നക്കാടൻ. പുന്നക്കാടന്റെ താല്പര്യപ്രകാരമാണ് ഈ മേഡർ നടന്നതെങ്കിലോ? എന്നിട്ട് യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്താൻ ദേവനെ മനഃപൂർവ്വം കുടുക്കിയതാണെങ്കിലോ? ഞാൻ പറഞ്ഞത് രമേശ് മനസ്സിൽ വെച്ചാൽ മതി. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, താങ്കൾ വിചാരിച്ചാൽ ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിയും. താങ്കൾക്കേ അതിന് സാധിക്കൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെല്ലക്കിളി വിഷമിക്കണ്ടേ? ചെല്ലക്കിളിയുടെ സ്വന്തം ചേട്ടന്റെ കേസാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയാണ് ഇന്നലെ തന്നെ വക്കീൽ സാറിന് ഉറങ്ങാൻ വിടാതെ കേസ് ഇട്ട് ലേറ്റടുപ്പിച്ചനെ. കാരണം ചെല്ലക്കിളി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വെറുതെ കുറവല്ലേ നിന്റെ സാറ് വരണം. ഈ സാറ് പ്രണയിക്കാനും താമസിക്കൂല. നിങ്ങൾക്ക് ദേവനെ കാണണോ? കാണണം സാർ. താൻ ഇവരെയും കൂടി സബ്ജക്റ്റിലേക്ക് വന്ന് വഴി പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഇവരോട് ആട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരാം. ചെല്ലക്കിളി ഒട്ടി ഇരുന്ന് പോവാ. അമ്മച്ചി കയറാൻ പറ്റ പെങ്ങൾ ആദ്യം കയറി. എനിക്ക് കുഴപ്പമില്ല, ഇനി അമ്മച്ചി കയറ്. അതെ ഇനി നീ കയറിക്കോ. ഞാൻ ഇനി എന്തെടുപ്പ് ഓട്ടക്കാരന് ഈ കളവീര അടുത്തിരിക്കുന്നാലും ഭേദം എനിക്ക് ആ പാളയത്തുള്ള സ്റ്റാച്ചുവിന്റെ അടുത്ത് നിന്നിരുന്നാ പോരെ. ഇനി നിങ്ങൾ പോയി, ഞാൻ കാറ് വരാം. ഈശ്വര അവർക്ക് വഴി തട്ടണേ. തള്ള കാറ് പോയി. ഇനി ഇതിൽ വരാം. തള്ള കാറും പോയി ആട്ടോയും പോയി. മര്യാദയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ നിന്നോ ഇപ്പൊ വഴിയാതാരായി. ദേവ, നിന്നെ കാണാൻ അമ്മ അനിയത്തിയും വന്നിട്ടുണ്ട്. കൂടെ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരും. രമേശ് നമ്പ്യാരാണ് വക്കീലെങ്കിൽ നീ രക്ഷപ്പെട്ടു. വാ. ഞാൻ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ. സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. എന്റെ മോനെ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നിനക്ക് എങ്ങനെയായി ഗതി വന്നത്? നിന്നെ പോലീസ് പിടിച്ചെന്ന് കേട്ടപ്പോ മുതല് ഏട്ടനെ കാണണമെന്ന് പറഞ്ഞ് കരയായിരുന്നു. കരയല്ലേ മോളെ, കരയല്ലേ. മോനെ, നിന്നെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചോ? എന്റെ ഏട്ടനെ ആരോ ചതിച്ചത്. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നാൽ അനുവദിച്ച സമയം തരും. എനിക്ക് ദേവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ കുറച്ചു നേരം മാറി നിൽക്ക്. എന്താണ് സംഭവിച്ചത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. പിന്നെ എങ്ങനെ നിങ്ങൾ കേസിൽ പ്രതിയായി? ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംഭവിച്ചതാ. തെളിച്ചു പറയൂ. ആ പയ്യൻ കൊല്ലപ്പെട്ട ദിവസം രാത്രി 12 മണിയുടെ ട്രെയിന് ഞാൻ മംഗലാപുരത്ത് പോകാനിരിക്കുകയായിരുന്നു. താമസിച്ചിരുന്ന മുറി ഒഴിഞ്ഞു കൊടുത്ത് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ 2-3 ചാക്കിൽ കെട്ടി ലോഡ്ജിന്റെ മുന്നിൽ വെച്ച് ഒരു ഓട്ടോ പിടിക്കാനായി ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു അലർച്ച കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ 2-3 പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നതാണ് ഞാൻ കണ്ടത്. അടുത്തേക്കെത്തിയ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ ഓടി രക്ഷപ്പെട്ടു. നെഞ്ചിൽ തറച്ച കത്തിയുമായി പിടയുന്ന ആളെ ചേർത്ത് പിടിച്ച് ഞാൻ കുത്തിയ കത്തി വലിച്ചൂരി. അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനായി അതുവഴി വന്ന വാഹനത്തിന് ഞാൻ കൈ കാണിച്ചു. അതൊരു പോലീസ് വണ്ടിയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് SP സാറും. സാർ, അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഊരിപ്പിടിച്ച കത്തിയുമായി നിൽക്കുന്ന ഞാൻ കൊലയാളിയായി. ഞാനല്ല ആ കൊല ചെയ്തെന്ന് എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അംഗീകരിച്ചില്ല. അപ്പോഴേക്കും ആ പയ്യൻ മരിച്ചിരുന്നു. കൊലയാളി കുത്തിയ കത്തി നിരപരാധി വലിച്ചൂരുക, അത് കണ്ടു നിന്നയാൾ നിരപരാധിയെ കൊലയാളിയായി ചിത്രീകരിക്കുക.
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേസിൽ ദൃക്സാക്ഷി ഒരു സാധാരണക്കാരനല്ല, ഹീസ് എ പോലീസ് ഓഫീസർ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അയാൾ അടച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഞാനല്ലാതെ മറ്റാരുമില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല സാർ.